ഇന്ന് ദുബായിൽ ഒരു വ്യാഴാഴ്ച ചേട്ടാ. പതിവ് പോലെ കാലത്ത് എഴുന്നേറ്റപ്പോ നേരം വൈകിയെങ്കിലും ഞാൻ എന്തുകൊണ്ടാണ് ഈ ജിമ്മിലേക്ക് ഓടിപ്പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ട് വേണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ദുബായിലത്തെ ക്യുസേസിലുള്ള വർഗീസേട്ടൻ കാസറ്റിന്ന് USB-യിലേക്ക് കൺവേർട്ട് ചെയ്തെന്ന എന്റെ ആദ്യത്തെ ബർത്ത്ഡേ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാനായിട്ട്. അപ്പൊ ഇന്നത്തെ എന്റെ വർക്കൗട്ട് മൊത്തം ആ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു കേട്ടോ. അങ്ങനെ ജിമ്മിൽ എത്തിയതിനു ശേഷം ഞാൻ കുറച്ച് ബാക്കിനും പിന്നെ കുറച്ച് ബൈസെപ്സിനും പിന്നെ കുറച്ച് ഫോർ ആംസിനും അടിച്ചിട്ട് അല്ലറ ചില്ലറ കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ നേരെ റൂമിലേക്ക് വിട്ടുവിട്ടാ. അങ്ങനെ റൂമിൽ എത്തിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ നമ്മുടെ ബാഗിൽ നിന്ന് വീഡിയോ കൺവേർട്ട് ചെയ്തിട്ടുള്ള പെൻഡ്രൈവ് എടുത്തിട്ട് ലാപ്ടോപ്പിൽ കുത്തിയിട്ട് നമ്മുടെ പണ്ടത്തെ വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങിയിട്ടാ. ഇതാണ് കേട്ടാ എന്റെ ആദ്യത്തെ ബർത്ത്ഡേയുടെ വീഡിയോ. എന്താ കാരണം എന്നൊന്നും അറിയില്ലെങ്കിലും എനിക്ക് എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നും ഇന്നും എന്നും ഒരേ എക്സൈറ്റ്മെന്റ് തന്നെയാട്ടാ. എന്റെ ആദ്യത്തെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ കാലത്ത് എഴുന്നേറ്റപ്പോ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് എന്തെങ്കിലും അതിനുശേഷം മൊത്തം ഞാൻ കരച്ചിൽ തന്നെയായിരുന്നു എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടാ. എന്റെ അമ്മാമ്മ എന്നെ കുളിപ്പിക്കുമ്പോഴായാലും അത് കഴിഞ്ഞിട്ട് മമ്മിയും അമ്മാമ്മയും കൂടിയിട്ട് എന്നെ ഡ്രസ്സ് മാറ്റുമ്പോഴായാലും ബർത്ത്ഡേ കേക്ക് മുറിക്കണ സമയത്തും പിന്നെ തലയിൽ തൊപ്പി വെച്ച് തരുന്ന സമയത്തും പിന്നെ ഡാഡിയുടെ ഓരോ കൂട്ടുകാരന്മാര് എന്നെ എടുത്തുകൊണ്ട് പോകുമ്പോഴും പിന്നെ ബർത്ത്ഡേയുടെ ഓരോ ഗിഫ്റ്റുകൾ റിസീവ് ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ നല്ല കരച്ചിൽ തന്നെയായിരുന്നു. ഏറ്റവും അവസാനം ബർത്ത്ഡേയുടെ ഡാൻസിന്റെ സമയത്തായാലും അതിനുശേഷം ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടുള്ള ഫോട്ടോഷൂട്ടിന്റെ സമയത്തായാലും ഞാൻ നല്ല കരച്ചിലായിരുന്നു. ഏറ്റവും അവസാനം എന്റെ കരച്ചിലൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയത് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മമ്മിയുടെ കയ്യിലേക്ക് തിരിച്ചെത്തിയപ്പോഴാട്ടാ. അല്ലെങ്കിലും നമ്മളെ പോലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടും പ്രൊട്ടക്ഷനും ഒക്കെ കിട്ടുന്നത് നമ്മുടെ അമ്മമാരൊക്കെ കൂടെ ആയിരിക്കുമ്പോൾ തന്നെയാട്ടാ. അങ്ങനെ പണ്ടത്തെ വീഡിയോസ് ഒക്കെ കണ്ടിരുന്ന് ഞാൻ ഓഫീസിലേക്ക് പോകാനായിട്ട് ചെറുതായിട്ട് ലേറ്റ് ആയിട്ടാ. ഞാൻ എന്തായാലും ഇപ്പൊ ഇറങ്ങാൻ നോക്കട്ടെ. അപ്പൊ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാട്ടാ.